ആഭ്യന്തര വകുപ്പിനെതിരെ CPIM ജില്ലാ സമ്മേളന പ്രതിനിധികൾ ഉന്നയിച്ച വിമർശനങ്ങൾ തള്ളി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒറ്റപ്പെട്ട പാളിച്ചകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കും എന്നാണ് വിശദീകരണം. പ്രവർത്തനത്തിൽ അലംഭാവം കാണിച്ചതിനാലാണ് ഇ പി ജയരാജന്റെ പേരിൽ നടപടി വന്നതെന്നും PP ദിവ്യക്കെതിരെ ഉചിതമായ സമയത്ത് നടപടിയെടുത്തെന്നുമാണ് സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയനാണ് ചേരുന്നത്. വീണ്ടും രാഹുൽ, വെരി ഗുഡ് മോർണിംഗ്. ഈ ആഭ്യന്തര വകുപ്പിനെതിരെ CPIM ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ ഉന്നയിച്ച എല്ലാ വിമർശനങ്ങളും തള്ളിയിരിക്കുകയാണല്ലോ CPIM സംസ്ഥാന സെക്രട്ടറി. കൃഷ്ണ, കഴിഞ്ഞ 2 ദിവസമായി നടക്കുന്ന ഇടുക്കി CPIM ജില്ലാ സമ്മേളനത്തിൽ അതിരൂക്ഷ വിമർശനമാണ് ആഭ്യന്തര വകുപ്പിനെതിരെയും പോലീസിനെതിരെയും പ്രതിനിധികൾ ഉന്നയിച്ചത്. പക്ഷേ അതെല്ലാം തള്ളുകയാണ് MV ഗോവിന്ദൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില പാളിച്ചകളൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. കോവിഡ് കാലത്ത് ഉൾപ്പെടെ മാതൃകാപരമായ പ്രവർത്തനമാണ് പോലീസ് നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ MV ഗോവിന്ദൻ ഈ പൊതുചർച്ചയ്ക്ക് ശേഷമുള്ള മറുപടിയിൽ പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലെ കൗതുകം നമ്മൾ ഇന്ന് രാവിലെ കൊടുത്ത വാർത്തയും ഇന്നലെ പത്തനംതിട്ടയിൽ നിന്നുണ്ടായ പോലീസിന്റെ വാർത്തയും ഉൾപ്പെടെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ അതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും പോലീസിനെ സംരക്ഷിക്കുന്ന നിലപാടും MV ഗോവിന്ദൻ അവിടെയും സ്വീകരിച്ചു. പ്രതിനിധികൾ പറഞ്ഞ എല്ലാ വിമർശനങ്ങളും തള്ളിക്കൊണ്ടായിരുന്നു MV ഗോവിന്ദന്റെ മറുപടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, EP ജയരാജൻ പ്രവർത്തനത്തിൽ അലംഭാവം കാണിച്ചു, അതുകൊണ്ടാണ് നടപടി വന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ മറുപടി പറഞ്ഞു. PP ദിവ്യയ്ക്ക് ഇടുക്കി ജില്ലാ സമ്മേളനത്തിലും രക്ഷയുണ്ടായില്ല. ഇവിടെയും പ്രതിനിധികൾ അക്കാര്യം ഉന്നയിക്കുകയും ചെയ്തു. അതിലാണ് മറുപടി വന്നത്. PP ദിവ്യക്കെതിരെ ഉചിതമായ സമയത്ത് നടപടിയെടുത്തു എന്നാണ് MV ഗോവിന്ദൻ വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും ഇടുക്കിയിലെ വലിയ ഭൂപ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ പഠിക്കുന്നതിന് വേണ്ടി M സ്വരാജിനെ നിയോഗിച്ചതായും MV ഗോവിന്ദന്റെ മറുപടിയിൽ പറയുന്നുണ്ട്. മാത്രമല്ല, തൊടുപുഴയിൽ ഈ ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചതിൽ സംഘാടനത്തിൽ അതിലൊരു പോരായ്മ ഉണ്ടായിട്ടുണ്ട്. ഉചിതമായ മറ്റൊരു സ്ഥലത്ത് നോക്കാമായിരുന്നു. തൊടുപുഴ നഗരത്തിൽ സമ്മേളനം നടത്തിയിട്ട് പോലും ഒരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വിമർശനം കൂടി MV ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്.